നമുക്ക് സമാനതകളില്ലാത്ത ഒരു ദുരന്തമായി തന്നെ കേരളത്തിലെ ഒരു ദുരന്തങ്ങളുടെ പട്ടികയിൽ തന്നെ വയനാട് ഉണ്ടായ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ നമുക്ക് കൂട്ടി വായിക്കാനും ചേർത്ത് വെക്കാനും ഒക്കെ സാധിക്കും. സ്വാഭാവികമായും അതിന്റെ ഞെട്ടലും അങ്കലാപ്പും അന്താളിപ്പും ആർക്കും മാറിയിട്ടില്ല. പക്ഷേ അതിൽ തളയ്ക്കപ്പെടാതെ അല്ലെങ്കിൽ അതിൽ തരിച്ചിരിക്കാതെ ആളുകൾ, അത് പ്രദേശവാസികൾ ഉൾപ്പെടെ, അപകടത്തിൽപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സജീവമായി തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ എത്രയോ ഹൃദയഭേദകമായിരുന്നു. പരുക്ക് പറ്റിയ ആളുകൾ, അംഗവൈകല്യം സംഭവിച്ച ആളുകൾ എന്ന് മാത്രമല്ല മൃതദേഹം ഒഴുകി നടക്കുന്ന ഒരു കാഴ്ച എന്ന് മാത്രമല്ല ശരീരാവശിഷ്ടങ്ങൾ മാത്രമായി വരുന്നു, തലകൾ മാത്രമായി വരുന്നു, തലയില്ലാതെ ബോഡി മാത്രമായി വരുന്നു. അങ്ങനെ കണ്ടു നിൽക്കാനോ ഓർത്തെടുക്കാനോ പങ്കുവെക്കാനോ പറ്റാത്ത വിധം കേട്ടുനിൽക്കാൻ ആകാത്ത വിധത്തിലുള്ള അത്രമേൽ ദുഃഖപൂർണമായ ഒരു അന്തരീക്ഷമാണ് വയനാട് ഉള്ളത്. ആ ദുഃഖത്തിന്റെ, ആ വേദനയുടെ, അല്ലെങ്കിൽ ആ കണ്ട ദുരന്തത്തിന്റെ ആഴവും പരപ്പും വ്യാപ്തിയും അതിനിയും വർദ്ധിക്കും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇപ്പോൾ നാളത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഇനി എത്ര മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു, ഇനി എത്ര പേരെ ആരെങ്കിലുമൊക്കെ ജീവനോടെ മണ്ണിനടിയിൽപ്പെട്ട് ജീവനുമാണ്ടി മല്ലിടുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള ആരെങ്കിലും നമുക്ക് പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്താനാകുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ജീവന് വേണ്ടി മല്ലിട്ട് പാറക്കൂട്ടങ്ങൾക്കിടയിൽ, കല്ലുകൾക്കിടയിൽ, കോൺക്രീറ്റ് പാളികൾക്കിടയിൽ, മൺകൂനയ്ക്കടിയിൽ, മരച്ചില്ലകൾക്കിടയിൽ, മരക്കൂട്ടങ്ങൾക്കിടയിൽ, മരങ്ങളുടെ അടിവേരുകൾക്കുള്ളിലൊക്കെ അങ്ങനെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുക്കലേക്ക് എത്താൻ ഇനിയും വൈകിക്കൂടാ എന്നുള്ളത് ശിരൂരിലെ അർജുന്റെ സംഭവത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ആരെങ്കിലും ഒരു ജീവന് വേണ്ടി മല്ലിടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുക്കലേക്കുള്ള യാത്ര, അവരുടെ അടുക്കലേക്കുള്ള പ്രവേശനം, അവരുടെ അടുക്കലേക്കുള്ള ആ പോക്ക് അതെത്രയും വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാലമാണ് ആ പ്രതീക്ഷയുടെ, ആ അർത്ഥത്തിലുള്ള പ്രതീക്ഷയുടെ ഒരു പാലം, ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു പാലം, ഒരു നമുക്ക് പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി ആത്മാർത്ഥമായി രംഗത്തിറങ്ങുന്നതിന് കരുത്ത് പകരുന്ന ഒരു പാലം അതിനു തന്നെയാണ് ഇപ്പോൾ സൈനിക സംഘം, മദ്രാസ് റെജിമെന്റിലെ സൈനികർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത്രമേൽ പരിശീലനം സിദ്ധിച്ച സൈനികരാണ് ഈ പാല നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവർ ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല, അവർ ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരാണ്. ഈ വിഷയത്തിൽ പലയിടങ്ങളിലും ഈ പാലം അവർ നിഷ്പ്രയാസം സ്ഥാപിച്ചിട്ടുള്ളവരാണ്. ഇതിനേക്കാൾ വലിയ ദുരന്ത മേഖലകളിൽ ഈ പാലം സ്ഥാപിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിഷ്പ്രയാസം നടക്കും. പക്ഷെ കാലാവസ്ഥ പ്രതികൂലമാകാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ കാലാവസ്ഥ പ്രതികൂലമായാലും പാതി വഴിയിൽ മുടക്കി പോകില്ല സൈന്യം. പക്ഷേ അത് പ്രവർത്തനങ്ങളെ കുറച്ച് ബാധിക്കും, അതിന്റെ വേഗം കുറച്ച് കുറയ്ക്കുമെന്നതിനപ്പുറത്തേക്ക് അത് തടസ്സപ്പെടുത്തില്ല. ഏതായാലും നിലവിൽ കാലാവസ്ഥയും ഈ സൈനികരുടെ മനക്കരുത്തിന് മുന്നിൽ, അവരുടെ അർപ്പണബോധത്തിന് മുന്നിൽ കാലാവസ്ഥയും അനുകൂലമായി തന്നെ മാറി നിൽക്കുകയാണ്. ഒരു പ്രതിസന്ധി നിലവിൽ സൃഷ്ടിക്കാനില്ല എന്നുള്ളൊരു തീരുമാനം പ്രകൃതിയും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ 1-2 മണിക്കൂറായി, 2 മണിക്കൂറിലേറെയായി നമുക്ക് ചൂരൽമലയിൽ നിന്ന് പങ്കുവയ്ക്കാനാകുന്നത്. പക്ഷേ ഏതു നിമിഷവും മഴ പെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് റെഡ് അലർട്ടാണ് വയനാട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിലൊരു മഴ പെയ്താൽ, ശക്തമായ മഴ പെയ്താൽ അതൊരു മലവെള്ളപ്പാച്ചിലായി വീണ്ടും പുഴയിലേക്ക് ജലനിരപ്പ് ഉയർന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ പാലം അങ്ങോട്ട് വിട്ട് പാലത്തിൽ നിന്ന് അക്കരയിലേക്ക് എത്തി അതുവഴി രക്ഷാപ്രവർത്തകർക്ക് നാളെ ദുരന്തബാധിത മേഖലകളിലേക്ക് എത്തി അവിടെ രക്ഷാപ്രവർത്തനം കഴിവതും വേഗം പൂർത്തിയാക്കി കാണാതായവരെ പുറത്തെത്തിക്കാൻ, അത് ജീവനോടെയെങ്കിൽ അങ്ങനെ, മൃതശരീരങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെ, ഏതു വിധേനയാണെങ്കിലും ഇന്നലെ വരെ ഈ നാട്ടിലുണ്ടായിരുന്ന, ഈ നാടിന്റെ ചൂടും ചൂരുമൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ നാടൊന്നാകെ ഇല്ലാതാകുമ്പോൾ അതിനോടൊപ്പം വിസ്മൃതിയിലാണ്ട് പോകുന്ന ആളുകളെയൊക്കെ വീണ്ടെടുക്കാൻ, അത് ഏത് രീതിയിൽ, അത് ജീവനോടെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഏത് തരത്തിലാണെങ്കിലും അവർക്ക് വേണ്ടിയുള്ള ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പ്രയത്നം കൂടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്.